ആദ്യ തവണ കപ്പ്, രണ്ടാം തവണ കപ്പിനും ചുണ്ടിനിടയിൽ കപ്പ് നഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്തവണ അതെടുത്തേ പറ്റൂ എന്നാണ് കൊല്ലം പറയുന്നത്. അപ്പോൾ കൊല്ലം പൊളിയാണ് എന്ന് ഇവരെല്ലാ തവണയും പറയുന്നതാണ്. ഇത്തവണ പൊളി ടീമാണോ? നിങ്ങൾ കണ്ടതല്ലേ, ആദ്യത്തെ കൊല്ലവും രണ്ടാമത്തെ കൊല്ലവും നമ്മുടെ ടീം എങ്ങനെ പെർഫോം ചെയ്ത് കണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഒരു ഓപ്ഷന് വരുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ചെയ്ത് വരുന്നു. ഓൾമോസ്റ്റ് ഒരു 90% നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെയാണ് നമുക്ക് കിട്ടിയത്. സോ പൊളിക്കും, ഉറപ്പല്ലേ. എന്താണ് ടീമിനെ ലേലം കഴിഞ്ഞപ്പോൾ ഒരു പ്രതീക്ഷ എത്രത്തോളം? ഒരുപാട് സന്തോഷമാണ് ചേട്ടാ. ഈ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു ചെറിയ പ്ലാനിങ് ഉണ്ടായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ. അതിലൊരു 90% നമ്മൾ കിട്ടിയെന്നുള്ളതാണ് ഒരുപാട് സന്തോഷം. എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ടോപ്പ് ഓർഡർ ആണെങ്കിലും മിഡിൽ ഓർഡർ ആണെങ്കിലും സ്പിൻ സെഷൻ ആണ് മീഡിയം പേസ് സെഷൻ എല്ലാ ഒരു ഏരിയയും നന്നായി നല്ല രീതിയിൽ തന്നെ കവർ ചെയ്തു. MD നിതീഷിനെ പോലെ ഒരു താരത്തെ കൊണ്ടുവരണം എന്നുള്ള ഒരു തീരുമാനം, ഉറച്ച തീരുമാനം ഉണ്ടായിരുന്നല്ലോ അല്ലേ? തീർച്ചയായിട്ടും MD നിതീഷിൻ്റെ കൂടെ നമ്മൾ നന്നായി നിന്നു. എന്താണ് മൊത്തത്തിലൊരു ലേലത്തിൽ പങ്കെടുത്തതിന് ശേഷം മറ്റ് ടീമുകളോട് നമ്മളൊരു അവരെക്കാൾ ഒരു പോട്ടി മുന്നിലാണ് ഞങ്ങളെന്ന് പറയാൻ പറ്റുന്ന ഒരു ധൈര്യം? തീർച്ചയായിട്ടും പറയാൻ പറ്റും. പ്രധാന കാരണം ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിപ്പറേഷൻസ് അത് പ്രകാരം 90% പ്ലസ് ടീമിനെ എടുക്കാൻ പറ്റി. പിന്നെ കഴിഞ്ഞ 2 കൊല്ലവും ടീമിനെ മെമ്പേഴ്സ് മാറിയെങ്കിൽ കൂടിയും പെട്ടെന്ന് ടീമിനെ ജല്ലി എടുക്കാൻ പറ്റി. അതിൻ്റെ പെർഫോമൻസ് നമുക്ക് സ്റ്റാർട്ടിങ് തന്നെ കിട്ടി തുടങ്ങി. സോ ഇക്കൊല്ലം അത് പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഭദ്ര വളരെ ടെൻഷനായിരുന്നു അല്ലേ കുറച്ച് സമയത്തേക്ക്? നമ്മൾ പ്രതീക്ഷിച്ച താരങ്ങൾ ആരൊക്കെയോ വിളിക്കുന്നു, ലക്ഷങ്ങളുടെ കണക്കിലേക്ക് പോകുന്നു. അപ്പോൾ ഐഡിയ ഒക്കെ പറഞ്ഞു കൊടുത്തോ? ഇല്ല, എനിക്ക് ഇങ്ങോട്ടാ പറഞ്ഞു തന്നെ. ഞാൻ അങ്ങോട്ട് എന്ത് പറഞ്ഞു കൊടുക്കാന്? ഇവരുടെയൊക്കെ കണ്ടുപഠിക്കാണ്. പ്രൊഡ്യൂസർ തന്നെയാണ്. അപ്പോൾ എന്തായിരുന്നു പറഞ്ഞത്? അയ്യോ നമ്മൾ വിചാരിച്ച ആള് പോയല്ലോ എന്ന് പറഞ്ഞോ? ഇല്ല, നമ്മൾ വിചാരിച്ച ഒരു പറഞ്ഞൊരു 90-95% നമുക്ക് കിട്ടിയിട്ടുണ്ട്. യെസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഒരു മൊത്തത്തിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ഇത്തവണ ഞങ്ങളൊരു വെല്ലുവിളിയാകും എന്ന് മറ്റു ടീമുകളോട് പറയാൻ പറ്റുന്ന എന്തൊക്കെയാണ്? നമുക്ക് കോമ്പിനേഷനാണ്. എല്ലാം ബാറ്റിങ്ങിൽ നോക്കിയാലും ബോളിങ്ങിൽ നോക്കിയാലും നമുക്കൊരു നല്ലൊരു കോമ്പിനേഷനുണ്ട്. അത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ നേടിയത്. അത് നല്ലൊരു എല്ലാവരുടെയും ഒരു എഫേർട്ടായിരുന്നു. എല്ലാവരും പ്ലാൻ ചെയ്തു. അപ്പോൾ ആ ഒരു പ്ലാനിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റി. അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എസ് ശ്രീശാന്ത് മുഴുവൻ സമയവും നിർദ്ദേശങ്ങൾ നൽകുന്നു, നിർദ്ദേശങ്ങൾ തരുന്നു, അത് തിരിച്ചു പറയുന്നു. വളരെ ആക്റ്റീവായിട്ട് ഓൺലൈനിൽ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ജസ്റ്റ് കഴിയുന്നവരെ ഉണ്ടായിരുന്നു. ഇപ്പം ജസ്റ്റ് കട്ട് ചെയ്തേ ഉള്ളൂ. ഫുള്ളുണ്ടായിരുന്നു. അതിൻ്റെ ജോലി എനിക്കായിരുന്നു. ഫോണ് ഹെഡ്സെറ്റ് വെച്ച് ശ്രീക്ക് അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് വരുന്നില്ല. കാരണം ഇന്ന് വരണ്ടായിരുന്നു. അവിടെയും മനസ്സിവിടെ മൊത്തം ഇവിടെയായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു ശ്രീ. ശ്രീശാന്ത് കൂടി തെരഞ്ഞെടുത്തൊരു ടീമാണ് എന്ന് പറയുന്നത്. അതെ. കഴിഞ്ഞതിന് ശേഷം വിളിച്ചിരുന്നു. ശ്രീബായി നല്ല ഹാപ്പിയാണ്. നമ്മൾ പൊളിക്കുമെന്ന് തന്നെ പറഞ്ഞു. ഫുള്ള് ശ്രീ ടീമിന്റെ കൂടെ കാണുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ സംസാരിച്ചിരുന്നു അല്ലേ? കഴിഞ്ഞ തവണ സംസാരിച്ചപ്പോൾ ഞങ്ങൾ ജയിക്കും എന്നൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഫൈനലിലെത്തി പരാജയപ്പെട്ടു പോയി അന്ന്. പക്ഷേ ഇക്കുറി നമ്മൾ കൊല്ലത്തേക്ക് തന്നെ കൊണ്ടുപോകുന്ന ഉറപ്പാണോ? തീർച്ചയായിട്ടും. ഓപ്ഷൻ ടേബിളിൽ ഇരിക്കുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ടെൻഷൻ കുറയ്ക്കാനുള്ള മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നോ? അങ്ങനെ ടെൻഷനൊന്നുമില്ല. ആൾക്കുണ്ടാവുന്ന എനിക്കറിയില്ല, എനിക്കല്ല. അപ്പോൾ കൊല്ലം പൊളിയാണ്. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്, എസ് ശ്രീശാന്ത് ഒരു അദൃശ്യ ശക്തിയായി ഇന്ന് ഈ ലേല നടക്കുന്ന ഹാളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നോക്കാം ഇക്കുറി കൊല്ലം എന്ത് മാജിക്കാണ് നമുക്കായി കാത്തുവെച്ചിരിക്കുന്നത്. സ്ട്രോങ് ടീമാണ് കേട്ടോ, വളരെ സ്ട്രോങ് ടീം തന്നെയാണ്. ഏതൊക്കെ സ്ലോട്ടിലേക്ക് ആരൊക്കെ വേണോ അത് വളരെ കൃത്യമായി പിക്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് കൊല്ലം പറയുന്നത്. നോക്കാം, കളി തുടങ്ങട്ടെ, അപ്പോഴല്ലേ പൂരം.